നമസ്കാരം. ഇന്ന് എന്നോട് കൂടെയുള്ളത് പാലക്കാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാ സുരേന്ദ്രനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ തന്നെ BJPയുടെ ഒരു കരുത്തുറ്റ സ്ത്രീ ശബ്ദമാണ് ശോഭാ സുരേന്ദ്രൻ എന്നത്. മത്സരിച്ച ഓരോ ഇലക്ഷനിലും വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് ശോഭ ചേച്ചി എന്ന് പറയുന്നത്. ശോഭ ചേച്ചി നമസ്കാരം. അപ്പോൾ വീണ്ടും പാലക്കാട്ടിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് കാലങ്ങളായി LDF-ഉം UDF-ഉം മാറി മാറി ഭരിച്ചൊരു മണ്ഡലമാണ്. അപ്പോൾ ജനങ്ങളോട് ചേച്ചിക്ക് എന്താണ് പറയുന്നത്? നമുക്ക് ഈ പാലക്കാടിന്റെ വികസനം എന്നുള്ളത് ഏറെക്കാലത്ത് സ്വപ്നമാണ്. രണ്ട് മുന്നണികൾക്കും ആ വികസനം ചെയ്യാൻ സാധിക്കാതിരുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന്, അവർ ഈ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയല്ല അവരുടെ ലക്ഷ്യമുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് 15 വർഷക്കാലത്തേക്ക് ജനം തെരഞ്ഞെടുത്ത ഒരു MLA വണ്ടി കയറി വടകരയ്ക്ക് പോയി. അദ്ദേഹം ആ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രകടന പത്രികയുടെ ഒരു കോപ്പി ഞാൻ വേണമെങ്കിൽ മാധ്യമ പ്രവർത്തകർക്ക് കൈമാറാൻ തയ്യാറാണ്. പറഞ്ഞ 11 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചില്ല എന്നുള്ളത് അത്യന്തം ഖേദകരമാണ്. അതോടൊപ്പം തന്നെ അതിന് കാരണമായിട്ട് പറയുന്നത് എന്താണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്നത് കൊണ്ട് ഈ MLA-യോട് വിവേചനപൂർണമായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയായിരുന്നു എന്നാ പറയുന്നത്. അതിനാണല്ലോ നമ്മുടെ ശബ്ദം, അതിനാണല്ലോ നമുക്ക് ഇച്ഛാശക്തി. അപ്പൊ കേരളത്തിന്റെ പ്രതിപക്ഷത്തിന് കേരളത്തിന്റെ നിയമസഭയിൽ എണീറ്റ് നിന്നുകൊണ്ട് അവരുടെ MLA-മാർക്ക് അതത് പ്രദേശങ്ങളിലെ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുന്നതിന് തുല്യമാണ്. ഒരു MLA എന്നുള്ള രീതിയിൽ 5 കോടി രൂപയുടെ വികസനം പാലക്കാട്ടേക്ക് കൊണ്ടുവരുമെന്നുള്ളതല്ല, 700 കോടി രൂപയുടെ വികസന പ്രക്രിയ അത് 3 മാസം കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. 700 കോടിയുടെ വികസന പാക്കേജ് 100 ദിവസത്തിനകം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടായിരിക്കും ഇവിടെ നിന്ന് MLA ആയി വിജയിച്ചാൽ എൻ്റെ പ്രവർത്തനത്തിന്റെ ആദ്യപടി എന്ന് പറയുന്നത്. അതിന് പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ദേശീയ തലത്തിൽ നിന്ന് വാങ്ങാൻ, ദേശീയ ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ, മാത്തൂരിലെയും കണ്ണാടിയിലെയും പിരായിരിയിലെയും കർഷകർക്ക് വേണ്ടി ഇന്നത്തെ ക്യാബിനറ്റ് മിനിസ്റ്റർ ശ്രീമാൻ ശിവരാജ് സിംഗ് ചൗഹാൻജിയുമായിട്ട് ഇരുന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ, ഇവിടേക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികളെ കുറിച്ച് കേൾക്കാൻ താല്പര്യമുള്ള, ഇഷ്ടമുള്ള ഒരു വ്യക്തി, അദ്ദേഹം തീർച്ചയായിട്ടും കർഷകരുടെ കണ്ണീരൊപ്പം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ വിവിധങ്ങളായിട്ടുള്ള വകുപ്പുകളിലൂടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പാലക്കാട്ടേക്ക് കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ സംസ്ഥാന പ്രസിഡന്റിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ പാലക്കാട്ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അത് പൂവണിയിക്കാൻ വേണ്ടി ഇവിടുത്തെ ജനം സ്വീകരിക്കും എന്നുള്ള ഉറച്ച പ്രതീക്ഷ എനിക്കുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. അപ്പോൾ ഇന്ന് എന്നോട് കൂടെ ഉള്ളത് മഞ്ചേരി NDA സ്ഥാനാർത്ഥി ശ്രീമതി പത്മശ്രീജിത്താണ്. മാഡം നമസ്കാരം. അപ്പോ ഒരു UDF-ന്റെ ഒരു കുത്തക മണ്ഡലമാണ്. അപ്പൊ ഇവിടെ മാറ്റം വരണമെന്ന് ജനങ്ങളും താങ്കളും ആഗ്രഹിക്കുന്നു. അപ്പൊ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും വിജയിച്ചു കഴിഞ്ഞാൽ? അല്ല, മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം മഞ്ചേരി എന്ന് പറയുന്നത് മലപ്പുറത്തിന്റെ ഒരു വാണിജ്യ നഗരമാണ്. പക്ഷെ ഇവിടെ നമ്മൾ വന്ന് നോക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വികസനവും മഞ്ചേരിയിൽ നടന്നിട്ടില്ല. അത് നമുക്ക് മഞ്ചേരിയിൽ വന്ന് നോക്കുന്ന ഏതൊരു മനുഷ്യനും വ്യക്തമാവുന്ന കാര്യമാണ്. മഞ്ചേരി ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് തന്നെ, നമ്മൾ തൊട്ട് പുറകിൽ മഞ്ചേരി മെഡിക്കൽ കോളേജാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ വളരെ ദാരുണമായ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് പോലും ഇല്ല. വേണ്ട രീതിയിൽ സജ്ജീകരിക്കാവുന്ന ഒരു രീതിയിലുള്ള സജ്ജീകരണങ്ങളും, അതായത് ആധുനിക ഉപകരണങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഇടിഞ്ഞു പൊളിഞ്ഞ് വീടാറായ ബിൽഡിങ്ങിലാണ് ഇപ്പോഴും ഇവിടെ അമ്മമാരെയും, അതായത് പ്രസവം കഴിഞ്ഞ് മാറ്റുന്ന അമ്മമാരെയും കുട്ടികളെയും താമസിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളിലൂടെ നടപ്പിലാക്കാവുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിൽ നടപ്പിലാക്കാവുന്ന ഫണ്ടുകൾ ഉപയോഗിച്ച്, കാരണം ഇതൊന്നും നടത്താൻ ഇവിടെ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ഇതിനൊക്കെ സൗകര്യങ്ങൾ ഇവിടെ ഇല്ല. ഇവിടെയുള്ള ചുറ്റുമുള്ള ഭൂമികൾ ഏറ്റെടുത്ത് ബിൽഡിങ്ങുകൾ പണിത്, പക്ഷെ അതൊന്നും നടത്താൻ സാധിക്കാത്തൊരവസ്ഥയിലാണ്. കാരണം ഇതെല്ലാം ഇവിടെ വലിയ രീതിയിലുള്ള കേസുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കോടതി നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെയാണ് മഞ്ചേരിയിലെ റോഡുകൾ വളരെ മോശമായിട്ടുള്ള, അതായത് ഒരു രീതിയിലും പ്ലാൻ ചെയ്യാതെ, ഒരു രീതിയിലുള്ള പ്ലാനിങ്ങോട് കൂടി ഉള്ള ഒരു നഗരമല്ല, അല്ലെങ്കിൽ ഒരു ടൗൺ അല്ല മഞ്ചേരി എന്ന് പറയുന്നത്. മഞ്ചേരിയിൽ മണിക്കൂറുകളോളാണ് നമ്മൾ റോഡുകളിൽ ട്രാഫിക് വന്ന് റോഡുകളിൽ സമയം ചിലവാക്കുന്നത്. അതുപോലെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് ഇവിടെ ഒരു രീതിയിലെ കെയർ ഹോമുകളോ അല്ലെങ്കിൽ ആശുപത്രിയിലാണെങ്കിലും അതിനുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ, കുടിവെള്ള പ്രശ്നം, മാലിന്യ പ്രശ്നം, മഞ്ചേരിയിലെ പല ഭാഗങ്ങളും എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാവുന്നതാണ് മാലിന്യ പ്രശ്നങ്ങളാണ്.
പല ഭാഗങ്ങളും മാലിന്യം കുമിഞ്ഞുകൂടിയിരിക്കുന്ന സാഹചര്യമാണ്. ഇവിടുത്തെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇറങ്ങി സമരം ചെയ്യേണ്ട അവസ്ഥ. കുടിവെള്ള പ്രശ്നം ഇവിടുത്തെ കൗൺസിലർമാരാണ് മുന്നിൽ ഇറങ്ങി സമരം ചെയ്യേണ്ട അവസ്ഥ. അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് മഞ്ചേരിയിലുള്ളത്. ഇതെല്ലാം തന്നെ നമുക്ക് സമഗ്രമായിട്ടുള്ള ഒരു വികസനം ആദ്യം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് പറയാനുള്ളത് കൂടി കേട്ട് മഞ്ചേരിയിലെ ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. നമ്മളെ വിഷൻ അതാണ്. മാറാത്തത് മാറും, വികസിത കേരളം എന്നാണല്ലോ. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ശുഭപ്രതീക്ഷയിലാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും താങ്ക് യു സോ മച്ച്.